ആ മലരായി കതിരായി പനിനീർക്കണമായി കുളിരണിയും സുകൃതം മലയാളം. നമസ്കാരം. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം ഓർത്തെടുക്കാൻ ഒരു എളുപ്പവഴി വേണോ? ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഇനി ഒരിക്കലും മറക്കാത്ത ഒരു രഹസ്യക്കോഡ് ഉപയോഗിച്ച് നമുക്ക് കേരളത്തെ മാറ്റിമറിച്ച 5 പ്രധാന മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ വാചകം പോലെ തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ 5 നിർണായക സംഭവങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു താക്കോലാണ് ഈയൊരു വരി. അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഈ വാക്യത്തിലെ ഓരോ വാക്കും ഓരോ ചരിത്രത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അപ്പോൾ നമുക്ക് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ശരി, നമുക്ക് നമ്മുടെ കോഡ് പൊളിച്ചു തുടങ്ങാല്ലേ. നമ്മൾ തുടങ്ങുന്നത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നാണ്. മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശം. നമ്മുടെ ഓർമ്മസൂത്രത്തിലെ ആദ്യത്തെ വാക്ക് ചായ എന്നതിലെ ച, ഈ അക്ഷരം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് 19-ാം നൂറ്റാണ്ടിൽ നടന്ന ചാന്നാർ ലഹളയിലേക്കാണ്. അപ്പോ ആരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്? വൈകുണ്ഠസ്വാമികൾ. ലക്ഷ്യം വളരെ ലളിതമായിരുന്നു, പക്ഷേ അത്രയേറെ ശക്തവുമായിരുന്നു. ജാതീയമായ അടിച്ചമർത്തലിന്റെ ഭാഗമായി അടിച്ചേൽപ്പിച്ച മേൽവസ്ത്രം ധരിക്കാനുള്ള വിലക്കിനെതിരെ പോരാടുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, പതിറ്റാണ്ടുകളാണ് ഈ ഒരൊറ്റ അവകാശത്തിനു വേണ്ടി അവർ പോരാടിയത്. ഒടുവിൽ 1859 ചരിത്രപരമായ ആ വിളംബരം വന്നു. ഇത് വെറുമൊരു വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല, അത് മനുഷ്യന്റെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടം കൂടിയായിരുന്നു. അപ്പം നമ്മുടെ കോഡിലെ ആദ്യത്തെ കഷ്ണം കിട്ടി. ഇനി അടുത്തതിലേക്ക് പോകാം. കേരളത്തിന്റെ അതിരുകൾ വിട്ട് ദേശീയ ശ്രദ്ധ നേടിയ ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കോഡ് എന്തായിരുന്നു? ചായ കുടിക്കാൻ വൈകിയപ്പോൾ. അതിലെ വൈകിയപ്പോൾ എന്നതിലെ വൈ, അതാണ് നമ്മുടെ അടുത്ത ക്ലൂ. അത് നമ്മളെ കൊണ്ടുപോകുന്നത് വൈക്കം സത്യാഗ്രഹത്തിലേക്കാണ്. ഇവിടെ ആരൊക്കെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്? ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ആ കാലത്ത് അയിത്തം കാരണം അമ്പലത്തിന്റെ അടുത്തുള്ള വഴിയിലൂടെ നടക്കാൻ പോലും എല്ലാവർക്കും അനുവാദമില്ലായിരുന്നു. ആ ഒരു അവസ്ഥ മാറ്റുക, അതായിരുന്നു ലക്ഷ്യം. ഈ സമരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്നാമത്, ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ വലിയ സംഘടിത സമരങ്ങളിലൊന്നായിരുന്നു ഇത്. പിന്നെ ഗാന്ധിജി വരെ എവിടെ എത്തി? അതോടെ സംഭവം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു. പോരാത്തതിന് സമരത്തെ പിന്തുണച്ചുകൊണ്ട് സവർണർ തന്നെ നടത്തിയ സവർണ ജാഥ ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ 2 സംഭവങ്ങൾ കണ്ടു. മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ടൈം ലൈൻ ഒന്ന് നോക്കാം. നോക്കൂ, 1822 തുടങ്ങി 1947 വരെ നീളുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണിത്. ഒന്നിനു പിറകെ ഒന്നായി ഓരോന്നും അടുത്തതിന് ഊർജം കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോയ ഒരു വലിയ യാത്ര. അടുത്തതായി നമ്മുടെ കോഡിലെ 2 ഭാഗങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് സ്വാതന്ത്ര്യസമരത്തിലേക്കും ക്ഷേത്രപ്രവേശനത്തിനായുള്ള പോരാട്ടങ്ങളിലേക്കുമാണ്. ഓർമ്മയില്ലേ നമ്മുടെ കോഡ്? ഉപ്പു തൊട്ട് അതിലെ ഉ. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ഗാന്ധിജി ഡെൻഡിയിൽ ചെയ്തതിന്റെ കേരളത്തിലെ പതിപ്പ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ. കേളപ്പൻ, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഹീറോ. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിക്കുക, അതായിരുന്നു ലക്ഷ്യം. ഇന്ത്യ മുഴുവൻ നടന്ന ആ വലിയ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇതും. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര പോലെ ഇവിടെ കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കൊരു കാൽനട ജാഥയുണ്ടായിരുന്നു. ആ ഒരു യാത്ര ശരിക്കും കേരളത്തിലെ സ്വാതന്ത്ര്യസമരത്തിനൊരു പുതിയ ആവേശമാണ് കൊടുത്തത്. അപ്പോ ഊ കഴിഞ്ഞു. അടുത്തതെന്താ? ഗുരുവിനെ എന്നതിലെ ഗു. ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ഗുരുവായൂരിലേക്കാണ്, മറ്റൊരു നിർണായക സമരത്തിലേക്ക്. ഇവിടെയും നേതൃത്വത്തിൽ കെ. കേളപ്പനുണ്ട്. കൂടെ വോളണ്ടിയർ ക്യാപ്റ്റനായി എ. കെ. ഗോപാലനും. ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഗുരുവായൂർ അമ്പലം എല്ലാ ജാതിയിലുള്ള ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നുകൊടുക്കണം. ഈ സമരം കുറച്ചുകൂടി ഗൗരവമേറിയതായിരുന്നു. കെ. കേളപ്പൻ മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു. അവസാനം ഗാന്ധിജിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കേളപ്പൻ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ആ സമരം പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ കോഡിന്റെ അവസാനത്തെ അക്ഷരത്തിലെത്തിയിരിക്കുകയാണ്. പാടിപ്പിച്ചു എന്നതിലെ പ.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് നടന്നൊരു സമരമാണിത്. വീണ്ടും ഒരു വഴിക്ക് വേണ്ടിയുള്ള സമരം. ചേന്ദമംഗലത്തായിരുന്നു ഇത്. സി അച്യുതമേനോൻ, EMS പോലുള്ള വലിയ നേതാക്കളൊക്കെ ഇതിന് പിന്തുണയുമായി എത്തിയിരുന്നു. പക്ഷേ ഈ സമരങ്ങൾക്കെല്ലാം ഒരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹത്തിനിടയിൽ AG വേലായുധൻ എന്നൊരാൾക്ക് മർദ്ദനമേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഇതുപോലുള്ള എത്രയോ ത്യാഗങ്ങളുണ്ട്. അപ്പോ നമ്മൾ 5 പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നുപോയി. ഇനി നമുക്ക് തിരിച്ചു നമ്മുടെ കോഡിലേക്ക് വരാം. ആ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോ ഇതാണാ കോഡ്. ചായ കുടിക്കാൻ വൈകിയപ്പോൾ ഉപ്പ് തൊട്ട് ഗുരുവിനെ പാടിപ്പിച്ചു. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. കണ്ടില്ലേ, എത്ര കൃത്യമായി അതേ ഓർഡറിൽ തന്നെ ഈ 5 സമരങ്ങളും ഈയൊരു വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. വെറുതെ ഒരു കോഡ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളിത് പറഞ്ഞത്. ഈ സമരങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്നുകൂടി നോക്കണം. ഈ താരതമ്യമൊന്ന് നോക്കൂ. അന്ന് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. ഇന്നോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അന്ന് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് നമുക്കെവിടെയും പോകാം. അമ്പലത്തിൽ കേറാൻ പോലും വിലക്കുണ്ടായിരുന്നു. ഇന്ന് ആരാധിക്കാൻ എല്ലാവർക്കും ഒരേ അവകാശമുണ്ട്. ഈ മാറ്റം, ഇത് വന്നത് ആ പോരാട്ടങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. നമ്മൾ ഇന്ന് വളരെ സാധാരണമായി കരുതുന്ന നമ്മുടെ ഓരോ അവകാശങ്ങൾക്ക് പിന്നിലും ഇതുപോലെ എത്ര പേരുടെ ത്യാഗവും പോരാട്ടങ്ങളുമുണ്ട്? ഒന്നാലോചിച്ചു നോക്കൂ.